എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി, അതുപോലെ വെറ്റിനറി ഇതുപോലുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തു. അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സ്, മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. നിലവിൽ ഓൾറെഡി MBBS BDS കോഴ്സിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 9 വൈകുന്നേരം 3 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. NEET UG 2024 മാനദണ്ഡ പ്രകാരമുള്ള ആയുർവേദ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് ആയുർവേദ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ്, അതായത് കീമിൻ്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സെപ്റ്റംബർ 9 വൈകുന്നേരം 3 മണി വരെയാണ് ലഭ്യമാവുക. അപ്പോൾ ഈ തീയതിയിലെ ഈ ഒരു സമയത്തിനുള്ളിൽ ഓപ്ഷനുകൾ നൽകുന്ന വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു സെപ്റ്റംബർ 10 വൈകുന്നേരം താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിനായിട്ട് വന്നിട്ടുള്ളത് ഇത്രയും കോഴ്സുകളാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയുർവേദ, സിദ്ധ, അതുപോലെ തന്നെ ഹോമിയോ, യുനാനി എന്നിങ്ങനെ ആ ഒരു കോഴ്സും അതിനോടൊപ്പം സർജറിയും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സും അതുപോലെ അതിനോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള സർജറികളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, അതുപോലെ ഫോറസ്ട്രി, അതുപോലെ തന്നെ ഈ ഒരു കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി, അതുപോലെ തന്നെ വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, അതുപോലെ തന്നെ ഫിഷറീസ് സയൻസ്. അപ്പോൾ എന്നിങ്ങനെയൊക്കെയുള്ള കോഴ്സുകളിലേക്കുള്ള ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനാണ് വിദ്യാർത്ഥികൾക്ക് നൽകാനായിട്ട് സാധിക്കുക. BAMS, BSMS, BUMS കോഴ്സിലേക്കുള്ള 15% സീറ്റുകളിലേക്ക്, അതായത് ആയുർവേദ, സിദ്ധ, യുനാനി കോഴ്സുകളിലേക്കുള്ള ഓൾ ഇന്ത്യ തല കോട്ട സീറ്റിലേക്കും പ്രവേശന പരീക്ഷാ കമ്മീഷനായിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ഈ നിലവിലുള്ള സീറ്റുകളിലേക്കുള്ള ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അതത് കോഴ്സുകളിലേക്ക് ഉള്ള സംസ്ഥാന റാങ്ക് ലിസ്റ്റ് പ്രകാരം ജന്മസ്ഥലം പരിഗണിക്കാതെയായിരിക്കും. അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് 9 വൈകുന്നേരം 3 മണി വരെയാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക. 10 താൽക്കാലിക അലോട്ട്മെൻറ്റ്, 11 ഫൈനൽ അലോട്ട്മെൻറ്റ്, 12 മുതൽ 18 വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനും ഫീ പേയ്മെൻറ്റ് ചെയ്യാനും, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സമയമാണ്. 18 അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു MBBS BDS കോഴ്സിലേക്ക് വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഓൾറെഡി ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകും, അതായത് 5000 രൂപ ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇതിനായിട്ട് വീണ്ടും ഈ ഒരു ഫീസ് അടക്കേണ്ടതില്ല. എന്നാൽ ഇതുവരെ ഈ ഒരു MBBSനോ BDSനോ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ 5000 രൂപ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ SC ST OEC അതുപോലെയുള്ള ആനുകൂല്യം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ അപേക്ഷകരും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് 500 രൂപ മാത്രമാണ് അടക്കേണ്ടത്. ഇവർക്ക് പ്രവേശനം ലഭിക്കുന്ന കോഴ്സിൻ്റെ കോഷൻ ഡെപ്പോസിറ്റിൽ പ്രസ്തുത തുക കുറവ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത്. അതുപോലെ MBBS BDS കോഴ്സിലേക്കുള്ള ഈ ഒരു 1ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഫീസ് അടച്ചവർ വീണ്ടും ഓപ്ഷൻ ഇപ്പോൾ അടക്കേണ്ടതില്ല. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് തിരിച്ചു തരുന്നതാണ്. അതുപോലെ ഏതൊക്കെ കോളേജുകളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉള്ളത് എന്നുള്ളത് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വിജ്ഞാപനം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ 9 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുപോലെ നിശ്ചിത സമയത്തിനകം ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അതുപോലെ ബന്ധപ്പെട്ട സ്ട്രീമിലെ തുടർ അലോട്ട്മെൻറ്റിൽ
പങ്കെടുപ്പിക്കുന്നതും ആയിരിക്കില്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജിൽ മാത്രം ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താനായിട്ടും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവിധ കാരണങ്ങളാൽ നിങ്ങളുടെ റാങ്ക് തടഞ്ഞു വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഓപ്ഷൻ നൽകാം. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ഫലം തടഞ്ഞു വെച്ചത്, അതിന് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ വിദ്യാർത്ഥികൾ 9-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഓപ്ഷൻ പരിഗണിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പരിഗണിക്കുന്നതല്ല. വിദ്യാർത്ഥികൾക്ക് വിശദമായിട്ടുള്ള വിജ്ഞാപനങ്ങളൊക്കെ ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.